ലോലപ്പണ്ണോ അടിമുക്കുറ്റി. എന്താ ശരിക്കും എം ജി സാർ പറയുന്നേ? അതില് പാമ്പാട്ട് നോക്കിട്ട് ആട്ടല് അങ്ങനെ ആട്ടരുതെന്ന് പറയോ? കമോൺ, എന്തോ പറയാൻ വരുന്നുണ്ട്. അങ്ങനെയാണോ? അല്ലല്ല, ഇവിടെ വരുമ്പോഴാണ്. നക്ഷത്ര കതിർ കൂന്തലിലണിയും യക്ഷികൾ രാത്രിയിലെത്തും. രജനി പറയോ അപ്പൊ നീ ഒരു രണ്ടുപേര് ഈ രാമകഥ ഒന്ന് പാടിക്കിപ്പിക്കോ? മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരും സാമഗാന പിന്നെ വീട്ടിലെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് നിങ്ങളെ പാട്ട് പാടാൻ വേണ്ടിട്ട്? എന്നെ അച്ഛനും അമ്മയും അമ്മമ്മയും അച്ഛനും അമ്മയും. എന്നാലും ഒരു ഇച്ചിരി പൊടിക്ക് കൂടുതല് അച്ഛനാണോ? അച്ഛനാണ് എപ്പോഴും കൂടെ വരുന്നത് അതോ അമ്മയാണോ എപ്പോഴും കൂടെ വരുന്നത്? രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. പക്ഷെ ടോപ്പ് സിംഗറിൽ നിന്നത് അമ്മയാണല്ലേ. അച്ഛനും വരും, ഷൂട്ടിന് വരും. ഞാൻ കാണാറുണ്ട് അമ്മ അച്ഛനും അവിടെ ഇരിക്കുന്നത്. നിന്റെയോ ദേവതീർത്തിന്റെയോ? അച്ഛനാണ് അധികം വരുന്നത്. അച്ഛനായോ സിംഗപ്പൂരിൽ കിടക്കുന്ന അച്ഛനായോ തന്നെ വരുമോ? വരുന്നൊക്കെ അമ്മയും അമ്മൂമ്മയുവാ. അച്ഛനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത തവണ വരുമ്പോ എനിക്കൊരു പെർഫ്യൂം കൊണ്ടുവരുമോ? അടുത്ത തവണ. ഇനി അടുത്ത നീ ആരാ? നീ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നല്ലേ പറഞ്ഞേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് വരണ്ടേ? ഞാൻ കൊണ്ടുവരും അല്ലേ? ഓക്കെ. പിന്നെ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ടേക്കുന്നത് നിങ്ങളുടെ കൈപോക്കാണ്. ഈ പാട്ടിന്റെ കൈപോക്ക്. അതിന് നീ എന്താ ചെയ്യണേ ഇപ്പം? അതിന് കൺട്രോൾ ചെയ്യാൻ നോക്കാറുണ്ട്. എപ്പോഴും ഞാൻ പാട്ട് പാടിയപ്പോ നോക്കുമായിരുന്നു. എന്താ ശരിക്കും എം ജി സാർ പറയുന്നേ? അതില് പാമ്പാട്ട് നോക്കിട്ട് ആട്ടല്. അങ്ങനെ ആട്ടരുതെന്ന് പറയോ? നിനക്ക് അങ്ങനെ ആട്ടിയാലേ പാട്ട് വരുവുള്ളൂ. എങ്ങനെയാ സംഭവം? അങ്ങനെയല്ല, ഒരു രസത്തിന് അങ്ങ് ഇങ്ങനെ ആക്കാൻ നോക്കുന്നത്. ചില ടൈമില് ഞാന് ഗ്രൂമിങ്ങിന് പോകുന്ന ടൈമിലൊന്നും ആ സാധനം കിട്ടാറില്ല. അപ്പൊ ഗ്രൂമിങ് സാറിന് പാടിക്കൊടുക്കുമ്പോ ചിലപ്പോ സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് 100 കിട്ടുന്ന പാട്ടില് ഇപ്പൊ ഞാൻ തെങ്കാശി തമിഴ് പൈങ്കിളി പാടിയില്ലേ, അതില് ഒരു അത് 100 കിട്ടിയ ഒരു പാട്ടായിരുന്നു. അപ്പൊ ആ അനുപല്ലവിലൊരു സംഗതി ഉണ്ട്. അപ്പൊ അത് എനിക്ക് ഇങ്ങനെയാവുന്നത് താഴോട്ട്, ഇവൻ മേലോട്ട് പാമ്പ് പോലെയാവുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ചില ആൾക്കാർ ഇങ്ങനെ കറങ്ങി വന്ന് ഇങ്ങനെ വീഴും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ശൈലിയാ. അപ്പൊ നമുക്ക് ചില സംഗതികൾ അങ്ങനെ പാടുമ്പോ കറക്റ്റ് കിട്ടും. കറക്റ്റ് അങ്ങനെ ചെയ്യുമ്പോ നിങ്ങക്ക് കറക്റ്റ് വരൂല്ലേ? പക്ഷെ കൈ ഇട്ട് ഇങ്ങനെ ആക്കുമ്പോ നമുക്ക് ഇച്ചിരി ഒരു കോൺഫിഡൻസ്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ അത് ഇച്ചിരി കുറയ്ക്കണം എന്നാണ് അവിടുന്ന് പറയുന്നത്. അത് ഓവറായി പോരും. ഞാൻ ഇച്ചിരി ഓവറാ. ഇവ മാങ്ങ പറിക്കാൻ പോകുന്ന പോലെ. എടാ, അങ്ങനെ ഒരു പാട്ട് പാടിക്കാൻ നീ ഇച്ചിരി സംഗതി ഇട്ട് ഒന്ന് കൈ ഇട്ടൊന്നൊരു പാട്ട് പാടിക്കാൻ നോക്കട്ടെ. പൂമണം പരക്കുമ്പോൾ പിറകെ 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 നക്ഷത്ര കതിർ കൂന്തലിലണിയും യക്ഷികൾ രാത്രിയിലെത്തും. പൂമണം പരക്കുമ്പോൾ പിറകെ 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 നക്ഷത്ര കതിർ കൂന്തലിലണിയും യക്ഷികൾ രാത്രിയിലെത്തും. അവർ മണ്ണിലെ മനുഷ്യരെ മന്മഥ കഥയിലെ മന്ത്രം ചൊല്ലി മയക്കും 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 മന്ത്രം ചൊല്ലി മയക്കും. കൈ പോയില്ല. കടി കുറച്ചേ പോയുള്ളൂ. ഇപ്പൊ കുറച്ചേ നിന്ന് പാടുമ്പോഴായിരിക്കും കൈ പോകുന്നത്. മിക്കവാറും മാങ്ങ പറിക്കാൻ പോകുന്നത് നിക്കുമ്പോഴായിരിക്കും അല്ലെ? ഇനി ആർജിത കുട്ടി ഇതേമാതിരി നല്ലൊരു പാട്ട് പാടിക്കേ. താഴ്ത്തി വരുവോ? ഇങ്ങനെയാ നോക്കട്ടെ. രജനി പറയോ പൂനിലാവിൻ പരിലാളനത്താൽ നൊമ്പരങ്ങൾ മായുമോ? രജനി പറയോ പൂനിലാവിൻ പരിലാളനത്താൽ നൊമ്പരങ്ങൾ മായുമോ? രജനി
രജനി പറയൂ. ഒരു പൂക്കുറ്റി പറക്കട്ടെ രണ്ടുപേർക്കും. അടിയൊരു ആർജിത പൂക്കുറ്റി, അടിയൊരു ദേവതീർത്ത് പൂക്കുറ്റി. പിന്നല്ല എടാ നിന്റെ മറ്റേ ഒരു പൂക്കുറ്റി ഇല്ലായിരുന്നോ? ഏത് പൂക്കുറ്റിയാ? ലോലപ്പെണ്ണ പറഞ്ഞേ. ലോലപ്പെണ്ണോ അടിമുക്കുറ്റി. എടാ ഭയങ്കര കൊള്ളാം കൊള്ളാം. അതൊന്നും ഇടല്ലേ. ഇതൊക്കെ ഉണ്ട് കാണട്ടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പൂക്കുറ്റിയായിരുന്നു കേട്ടോ. എന്തായാലും ഇതേമാതിരി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ താമസിച്ചതിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ എറണാകുളത്ത് വന്നിട്ട് താമസിച്ചതിന്റെ കാര്യം, ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇഷ്ടമായിരുന്നു അവിടെ? നിങ്ങൾക്ക് ആ ടീം ഉണ്ട്, അല്ലാണ്ട് നിങ്ങൾ തന്നെ എല്ലാവരും കൂടി താമസിക്കുമായിരുന്നു? അതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ്. അതെന്താണ്? അടിപൊളി ഫുഡാ. അടിപൊളി ഫുഡാ. എന്തായിരുന്നു ഏറ്റവും ഇഷ്ടം ഫുഡ്? എനിക്ക് രാത്രിയത്തെ ഡിന്നർ പുട്ടും ചിക്കനും. പുട്ടും ചിക്കനും, രാവിലത്തെ ഇഡ്ഡലി അടിപൊളി. എല്ലാം അടിപൊളിയാണ്. എവിടെയാ സ്റ്റേ ചെയ്തത് നിങ്ങൾ എറണാകുളത്ത്? എന്താടാ ഞാൻ വെച്ചുതരുന്ന ഇഡ്ഡലിക്ക് വിലയില്ല, ഞാൻ വെച്ചുതരുന്ന പുട്ടിന് വിലയില്ല എന്നാണ് അവരവിടെ നിന്ന് പറയുന്നത്. അമ്മ ഉണ്ടാക്കിയ പുട്ടാണോ ടോപ്പ് സിംഗർ ചെയ്ത് കിട്ടിയ പുട്ടാണോ ഇഷ്ടം? ഏത് പുട്ടാ ഇഷ്ടം? ടോപ്പ് സിംഗറിൽ ഇത്തിരി മരവാ ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന പഞ്ഞിയാ. അമ്മ ഉണ്ടാക്കുന്ന പഞ്ഞിയല്ല. ഇപ്പൊ ടോപ്പ് സിംഗറിലെ കുക്കാരാണോ? ആർജിതക്കുട്ടി പറഞ്ഞിട്ടുണ്ട് കുറച്ച് സോഫ്റ്റ് ആക്കണേ. ഇതിനല്ലേ ചേച്ചി തമാശയല്ലേ, ചുമ്മാ പറയണല്ലേ, ആരും വിഷമിക്കൊന്നുമില്ല. നീ പറ നിന്റെ ഇഡലിയുടെ കഥ പറ. ഇഡലി അടിപൊളിയാണ്, സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കും. ടോപ്പ് സിംഗറിലെ ഇഡലി നീ അപ്രൂവ്ഡ്. അമ്മയുടേത് വെട്ടി ടോപ്പ് സിംഗറിലെ ഇഡലിയാണോ? അയ്യോ അമ്മയുടെ സോഫ്റ്റാ. പൊളിയാ. കറിയൊക്കെ കഴിക്കുമ്പോ പിറക്കും. ഇവനെ ഇവിടെ വിട്ടിട്ട് പോവാണ്. അമ്മമാര് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നീക്ക് ഇനി ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്നിട്ട് കഴിച്ചോ. അമ്മ ഉണ്ടാക്കുമ്പോ ആ ചൂടോടെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിയുമ്പോ അവര് നമുക്ക് പാഴ്സൽ കൊണ്ട് തരുന്ന, അപ്പോഴേക്ക് ചൂടാറുന്നത് കൊണ്ടാണ് അവസാനം വന്നത്. പക്ഷെ അടിപൊളി ടേസ്റ്റ്. വീട്ടിൽ വെക്കുന്ന ചിക്കൻ കറി അതൊക്കെ പൊളിയാ. വീട്ടിൽ വെക്കുന്ന ഏറ്റവും ഇഷ്ടം എന്താണ്? ഇവിടുത്തെ അല്ലാണ്ട് നിങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ് കഴിക്കാൻ? ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് ബീഫ്. അവിടുത്തെ ബീഫ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് അവിടുത്തെ ബീഫോ? ഇവിടുത്തെ കൊല്ലത്തെ ബീഫോ? അല്ല, കൊല്ലത്ത് നമ്മളെ ചിക്കൻ, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ഒക്കെ. നമ്മുടെ ഇവിടെ ആണെങ്കിൽ എനിക്ക് വീട്ടിൽ ചിക്കൻ ബീഫ്. ഇവിടെ ബീഫ്. ഓക്കെ, എനിക്ക് ഗ്രിൽ ചിക്കൻ. ഗ്രിൽ ചിക്കൻ സൂപ്പറാ. അമ്മയുടെ വീട്ടിലുണ്ടാക്കും ഗ്രിൽ ചിക്കൻ. നിങ്ങളോട് ഈ പറയുന്ന ഗ്രൂമേഴ്സ് ആരെങ്കിലും ഇന്ന സാധനങ്ങൾ കഴിക്കരുത്, ഐസ്ക്രീമും ജ്യൂസും ഒന്നും അല്ലാണ്ട് വേറെ പറഞ്ഞിട്ടുണ്ടോ? ചൂടുവെള്ളം കഴിയണം. ചൂട് എപ്പോഴും കുടിച്ചാൽ ഡ്രൈ ആവും. എപ്പോഴും കുടിക്കരുത്. സാധാ വെള്ളം കുടിച്ചാൽ മതി. സാധാ നോർമൽ വാട്ടർ. ഈ ടോപ്പ് സിംഗറിൽ പോവാൻ നിങ്ങൾക്ക് ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാ? പാട്ട് പാടാൻ ടെൻഷൻ ഉണ്ടാവും, ബാക്കിയെല്ലാം പോവാൻ എന്താ അങ്ങനെ ഒരു ഫാക്ടർ എന്താ? അത് ജഡ്ജസിനെ കാണാം, മീനാക്ഷി ചേച്ചിയെ കാണാം, വിഷ്ണുമാവനെ കാണാം. പിന്നെ രാവിലെ പോവാണെ എന്താന്നറിയാ, അവിടെ സ്റ്റേജില് പൂജയൊക്കെ നടക്കും. ആ ടൈമിൽ അത് കാണുക. പിന്നെ ആരത്തി തൊട്ട് തലയിലൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടം. ദിവസം പൂജ നടക്കൂല സെറ്റില്? തേങ്ങ കൊണ്ട് പൂജ ചെയ്തിട്ട് അതൊക്കെ ഇഷ്ടമാണ്. അതേപോലെ നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം, എന്ത് രസമായിട്ടാ ഡ്രസ്സ് നിങ്ങളുടെ വരണത്. എന്ത് രസം. നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ വാങ്ങുന്നത്? അമ്മയാണോ സെലക്ട് ചെയ്യുന്നത്, അച്ഛനാണോ സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ്? അത് എന്റെ കൂടുതൽ അമ്മൂമ്മ ജുബയാകെ നിറച്ചിട്ടേക്കില്ല. നിറച്ച് ഫ്രോക്ക്. പിന്നെ കൊറേയൊക്കെ എന്താ കൊറേ ആൾക്കാര് ക്യാഷ് തന്നിട്ട് പിന്നെ കൊറേയൊക്കെ അവര് ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിട്ടൊക്കെ പറയൂലേ. പിന്നെ സ്പോൺസർ ചെയ്ത് തരും. പിന്നെ ഇന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പോ ഒരു ആന്റി, അതായത് ട്രെയിനിലാണ് വരുന്നത്. ഞാൻ ഇങ്ങനെ കയറി വരുമ്പോ ഹായ് മോനെ അവസാനം ചായ കുടിക്കാൻ പോയപ്പോ ഞങ്ങൾ ചായ കുടിക്കാൻ പോയതാ. ഇപ്പുറത്തെ ട്രെയിൻ കിടക്കുന്ന ആന്റി നിൽക്കുന്ന സ്ഥലത്താണ് ട്രെയിൻ. അവിടെ ചായ ഒന്നുമില്ല. ഞങ്ങൾ ഇപ്പുറത്ത് വന്നപ്പോ ആന്റി കണ്ടിട്ട് അയ്യോ മോനെ ദേവതീർത്തി ആർജിതേ മോനെയൊക്കെ തിരക്കുന്ന അവളുടെ അടുത്ത് മോളെ എനിക്ക് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞ് ആദ്യം തിരക്കുന്നൊക്കെ വീഡിയോ കോൾ ചെയ്തോ. എത്ര പേർക്കാ നിങ്ങളെ ഇഷ്ടം എന്നറിയോ? ഇങ്ങനെ കമന്റ്സ് കാണണം താഴെ. പിന്നെ നമുക്ക് 500 rupees തന്നു. 500 rupees ആന്റി തന്നു മുട്ടായി വാങ്ങാൻ വേണ്ടിട്ട്. അമ്പോ
500 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ അവര് സ്നേഹം കൊണ്ട് തരുന്നതാ. എന്ത് തന്നാലും അവരൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ തരുന്നത് കേട്ടോ. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ വേറെ? ഈ 500 റുപ്പീസ് ചോക്ലേറ്റിനല്ലാണ്ട് ഗിഫ്റ്റുകൾ, സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ. എനിക്ക് നമ്മുടെ പട്ടാളത്തിനൊക്കെ എയർഫോഴ്സസിന്റെ അങ്കിളുമാര്, പിന്നെ നമ്മുടെ പട്ടാളത്തിൽ നിന്ന് പിന്നെ അച്ഛൻ വീട്ടുകാർ രണ്ടുണ്ട്, പിന്നെ കുറെ പൈസ 100 റുപ്പീസ്, പിന്നെ ഞാൻ എനിക്ക് സില്ലി എന്നുള്ള രീതിക്കാണ്. പിന്നെ കുറെ ഡ്രസ്സ്, കുറെ ചോക്ലേറ്റ് ഒക്കെ കിട്ടും, പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങൾ എനിക്ക് കളിക്കാൻ, അനിയൻ കളിക്കാൻ. എനിക്കോ? എനിക്ക് എന്ത് കിട്ടിയാലും എനിക്ക് അത് പകുതിയും കിട്ടത്തില്ല. അവൻ എല്ലാം എടുത്തോണ്ട്. രണ്ടുപേർക്ക് 2 അനിയൻകുട്ടന്മാരുണ്ടല്ലേ? അത് നമ്മള് പറഞ്ഞല്ലോ, ശിവൂട്ടനും അപ്പുക്കുട്ടനും. അപ്പുക്കുട്ടനാണ് എല്ലാം എടുത്തോണ്ട് പോണേ. അമ്പാ, എന്നിട്ടോ ഒന്നും കിട്ടാറില്ല ചേച്ചിക്ക്? എനിക്ക് തരും. അവൻ കഴിച്ചിട്ട് 1 or 2 പീസ് എനിക്ക് തരും. പക്ഷെ എനിക്ക് വേണ്ട സാധനം ഞാൻ എന്ത് ചെയ്യും, എനിക്കായിട്ട് ഒരു സേവ് ചെയ്യുന്ന ഒരു ബോക്സ് ഉണ്ട്. ആ സായിലെല്ലാം ഇട്ട് വെക്കും, അപ്പൊ അവൻ കാണത്തില്ല. നല്ല ശീലങ്ങൾ നീ കണ്ടുപിടിച്ചു. 500 റുപ്പീസിന് നീ മിഠായി വാങ്ങിച്ചോ? ഇല്ല, ബോക്സ് അമ്മയുടെ കൊടുത്ത്. എന്നിട്ട് പിന്നെ ഉണ്ടല്ലോ, എനിക്ക് എന്റെ അച്ഛൻ കൊറേ പൈസ തന്നിട്ടുണ്ട്. എന്റെ 2 അച്ഛന്മാരും, അമ്മയുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും. അത് എനിക്ക് കുറേ പൈസ തന്നിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഡ്രസ്സും വാങ്ങി തന്നു. പിന്നെ ടോപ്പ് സിംഗറിൽ കയറിയപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ എനിക്ക് ഒരു ഫോൺ മേടിച്ചു തന്നു. ഫോണൊന്നും ഒത്തിരി യൂസ് ചെയ്യും പാട്ട് പഠിക്കാൻ. ഞാനല്ല അത് ചെയ്യുന്നത്, അമ്മ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് ചോദിക്കട്ടെ, ആർജിത കുട്ടി പാടിയ പാട്ടിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? എല്ലാം ഇഷ്ടം. എല്ലാം ഇഷ്ടം. എന്നാലും ഒരു ഇതവള് കലക്കി എന്ന് പറയാം, അങ്ങനെ ഒരു പാട്ട്. ഞാൻ ഇന്നത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണോ? അല്ലല്ല, അങ്ങനെയല്ല കേട്ട, ഞാൻ റിയായിട്ട് കേട്ടു. ഞാൻ മിക്ക പാട്ടുകളും അവിടെ ഇരിക്കും വ്യക്തമായിട്ട് അത്ര കേൾക്കത്തില്ല. അടുത്ത് നിന്ന് കേട്ടോണ്ടല്ലേ. മോക്കോ ദേവദീപ്ത് പാടിയതിൽ എനിക്ക് ലാസ്റ്റ് പാടിയ പാട്ട് ഫസ്റ്റ് ടൈമിൽ ഒരു പാട്ട് ഇഷ്ടമായിരുന്നു, വിളക്ക് വയ്ക്കും മുന്നിൽ തൂക്കിയ. വിളക്ക്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേമാതിരി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ വേണേ നമുക്ക് പാടാം. പക്ഷെ എല്ലാവരും രാമകഥ ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ലൈറ്റായിട്ടൊരു കുറച്ച് പാടി കേൾപ്പിക്കാമോ രാമകഥ? അതിനാണല്ലോ നീ വൈറലായിട്ട് ഇപ്പൊ എല്ലാവരുടെ അടുത്ത് ഇരിക്കുന്നത്. അപ്പൊ നീ ഒരു 2 പേര് ഈ രാമകഥ ഒന്ന് പാടി കേൾപ്പിക്കോ? സരി 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 നീ നി രി നീ മദനി സരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗരി രി ഗരി രി സരി ഗമ പദ പപ പദ പപ പദ പപദ നീ നി ധാദ പദ നി സരി 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 ഗരി രി ഗരി മദനി രി. ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദി നാമ ഗംഗയാ രഘുപതി രാമ ജയം രഘുരാമ ജയം. ശ്രീ ഭരതവാട്യ ബിന്ദു ചൂടി സോദര പാദുക പൂജകില ആത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞു സരയുവിൽ മന്ത്രമൃതംഗ തരംഗ സുഖം സരവേഗ ജീവതാളമേകി മാരുതിയാ. ജലഗന്ധ ശൂന്യ ധൂപ ദീപ കലയായി മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരു സാമഗാന അയ്യോ, അടിപൊളിയാടാ. നിനക്ക് കണ്ണ് കിട്ടിയതല്ലേ ഇത്ര അടിപൊളിയായിട്ട് അവിടെ പാടിയിട്ട് ഇപ്പൊ വീണതാണ്. അല്ല കേട്ടോ, അത് എനിക്ക് അങ്ങനെ, അത് നീ നിന്നിട്ട് നീ അവിടെ നിന്ന് പാടുക അല്ലേ, ഇങ്ങനെ ഇരുന്ന് പാടല്ലേ, അതിന്റെ പ്രോബ്ലം. അതേപോലെ ഞാൻ ചോദിക്കട്ടെ, 2 പേരും എങ്ങനെയാ അമ്പൂറ്റിന്ന് ഞാൻ എന്റെ മോളോട് പറയണ മാതിരി അമ്പൂറ്റി എന്ന് പറഞ്ഞത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണോ സ്റ്റേജിൽ കയറുന്നത്? ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആരെ വിളിച്ചിട്ടാ? ഇപ്പൊ എല്ലാരും ഓർക്കൊണ്ട് ഇവൻ രാമനോട് പ്രാർത്ഥിച്ചിട്ടാണ്. കൃഷ്ണനോട് പ്രാർത്ഥിക്കോ? ഗുരുവായൂര് പോവോ? ഗുരുവായൂര് ഞാൻ പണ്ട് എപ്പോഴോ പോയിട്ടുണ്ട്. ഗുരുവായൂര് തന്നെ പോണെന്നില്ല. കൃഷ്ണൻ എന്റെ അമ്മയുടെ വീട്ടിന്റെ അടുത്ത് പാലയാട് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ ഒരു വട്ടം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ? അത് അതൊരു 4-ാം ക്ലാസ്സിലൊക്കെ എത്തി. ഓക്കെ, അപ്പൊ കൃഷ്ണനാണ് ഇഷ്ടമുള്ള ആളല്ലേ? പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദൈവങ്ങളെ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ പാട്ട് പാടുന്നതിനൊക്കെ മുന്നേ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കേറുന്നത് എപ്പോഴും? എലിമിനേഷന്റെ ടൈമില് പ്രാർത്ഥിക്കും. എലിമിനേഷന്റെ ടൈമില് ഏറ്റവും കൂടെ പ്രാർത്ഥിക്കും. സാറോ? ഞാൻ ശിവൻ. അല്ലല്ല, എലിമിനേഷന്റെ ടൈമിലല്ല പ്രാർത്ഥിക്കുന്നത്. അത് പാടിയിട്ടാണല്ലോ നമുക്ക് മാർക്ക് തരുന്നത്. അപ്പൊ പാടുന്ന ടൈമിൽ നല്ലോണം പാടിയാലേ എലിമിനേഷൻ ഔട്ട് ആകാതിരിക്കും. അപ്പൊ പാടുന്ന ടൈമിൽ നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്.
എന്റെ ദൈവമേ, എനിക്ക് ആർജിത കുട്ടി സംസാരിക്കുമ്പോഴേ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരാള് ഞങ്ങൾക്ക് കാര്യകാരണ വിവരണങ്ങളൊക്കെ തന്നേ ഞങ്ങളോടെല്ലാം പറയുള്ളൂ. അങ്ങനെ ഒരാളാ എപ്പോഴും അങ്ങനെയാണോ? എപ്പോഴും അങ്ങനെയാണോ? ഇങ്ങനെ റീസൺസ് ഒക്കെ തന്ന് ഞാൻ ഇതുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നുള്ളൊക്കെ റീസൺസ് ഒക്കെ തരുമോ സംസാരിക്കുമ്പോ? കമോൺ, എന്തോ പറയാൻ വരുന്നുണ്ട്. അവളെപ്പോഴും അങ്ങനെയാണോ? അല്ലല്ല ഇവിടെ വരുമ്പോഴാണ് ക്യാമറ ഓൺ ആയതുകൊണ്ടാണല്ലേ അവൾ അങ്ങനെ പറയുന്നത്. ചുമ്മാ തമാശക്ക് പറയുന്നല്ലേ. ഇപ്പൊ കളിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എന്റെ കോഴിക്കോട് ഭാഷ എടുക്കും കളിക്കുമ്പോ. കോഴിക്കോട് ഭാഷ, കോഴിക്കോട് പോയിനി എന്നൊക്കെ പറയും. ഇല്ല പോയിനി കോഴിക്കോട് ഇല്ല, പോയിനി എന്നൊക്കെ പറയാറുണ്ട്, ഞാൻ പറയാറുണ്ട്. അത് ഇവന് മറ്റേ അവിടെ വേറെ വേറെ ജില്ലയിൽ നിന്ന് ആൾക്കാർ വരുന്നത്, അപ്പൊ അവരുടെ ഒക്കെ കൂട്ടുകൂടി വേറെ ഭാഷയായി ഞങ്ങൾക്ക് മിക്സ് ആയി. എല്ലാം കൂടി ഞാനിപ്പോ എറണാകുളം അവിടെ പോകുന്ന ബീഡേ പോകുന്നൊക്കെ പറഞ്ഞു. പീഡിയ പോണെന്ന്, കടയെ പോണേന് പീഡിയ പോണൂന്ന്. ശരിക്കും നിന്റെ ഭാഷ എന്താ പറയാ? പീഡിയ അല്ലാണ്ട് കടയെ പോവാ. ഞങ്ങള് പീഡിയ പീഡിയ പോവാ. പീഡിയ. ഓക്കെ, നീ ശിവനെ പ്രാർത്ഥിക്കുന്നല്ലേ പറഞ്ഞ? നീ എലിമിനേഷന്റെ സമയത്ത് മാത്രമാണോ അത് അതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്? എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അതായത് ഞാൻ പാടുന്നതിന് മുന്നേ തൊട്ട് തൊഴുതിട്ടാണ് കയറുക അല്ലേ? അല്ല, എന്നിട്ട് നമ്മള് പിന്നെ മോതിരം ഒരുമ കൊടുക്കും. എന്നിട്ട് മോതിരത്തില് ശിവനാണുള്ളേ? അല്ല, കൃഷ്ണൻ. ആ സാരമില്ല, എല്ലാവരും ഒന്നല്ലേ നമുക്ക് പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പൊ ഇതാണ് രണ്ടുപേരും തകർത്ത് പാടാനുള്ള കാരണം. കുറച്ചൊക്കെ ഉണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചാലേ നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓക്കെ. എന്തായാലും ആന്റിക്ക് ഒത്തിരി സന്തോഷം നിങ്ങളോട് രണ്ടുപേരോടും വർത്താനം പറയാൻ പറ്റിയതിൽ. ഞാൻ ഇനി പറഞ്ഞമാതിരി നിങ്ങൾ അടുത്ത സിനിമയിലും പാട്ടുപാടിയും അഭിനയിച്ചിട്ടും ഒക്കെ ഇനി ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ പറ്റട്ടെ. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടുപേർക്കും? ടോപ്പ് സിംഗറിനെ പറ്റിയിട്ടോ ഫ്രണ്ട്സിനെ പറ്റിയിട്ടോ? നിങ്ങളെ രണ്ടുപേരെ പറ്റി മാത്രമാണ് നമ്മൾ പറഞ്ഞത്, ബാക്കി എല്ലാവരും ഉണ്ട് ഫ്രണ്ട്സ്. ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടോ? അണ്ണൻ അണ്ണൻ ദേവദർശ് അല്ലേ? എന്താ അണ്ണനെ പറ്റി പറയാനുള്ളേ? അണ്ണനെ പറ്റി നല്ലൊരു സിംഗറാ. അവനാ പാട് തെറ്റില്ല, അവന് ഫിനാലെ കയറി. നമ്മള് 4 പേരായിരുന്നു ഭയങ്കര. നിങ്ങളും 4 പേരും ഭയങ്കര കൂട്ടായിരുന്നു. ദേവദർശും അമ്മയും നിങ്ങൾ രണ്ടുപേരും അല്ലേ? ഓക്കെ. അതെ, ദേവദർശന്റെ എല്ലാരും പറയുന്നത് ഞാൻ കേട്ടു. അവൻ മറന്നു പോയില്ലെങ്കിൽ അവനും ഫിനാലയിൽ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പാടും. അതായത് അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും പാടി. നമ്മളെല്ലാവരും നിങ്ങളുടെ വലിയ ഫാൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ പറയണ്ട. നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല അല്ലേ? ഇവര് യൂട്യൂബിൽ ഇവര് ഫോണൊന്നും അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇവർ കാണുന്നില്ല താഴെ വരുന്ന കമന്റ്സ് ഒക്കെ. ഷാൻറ്റി പറയുകയാണ്, കുറേ പേരുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ. എൻ്റെ അമ്മ ആർജിത കുട്ടിക്ക് ഒരു ചക്കര ഉമ്മ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടേക്കുന്നത്. ആർജിത കുട്ടി കരയുന്ന കണ്ടിട്ട് എൻ്റെ വീട്ടിൽ ഇരുന്ന് കരയുമായിരുന്നു അവരൊക്കെ എൻ്റെ പാട്ട് കേട്ട്. ഞാൻ അതാ ചോദിച്ച സന്തോഷം കൊണ്ട് തന്നെയല്ലേ കരഞ്ഞത്? ചുമ്മാ പറഞ്ഞ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സന്തോഷം കൊണ്ട് തന്നെയാണ് കരുത്. അത് കാണാനും ഉണ്ട്. പറഞ്ഞ മാതിരി ഫ്രണ്ട്ഷിപ്പിന് നീണ്ടു പോട്ടെ രണ്ടുപേരുടെ. ഓൾ ദ ബെസ്റ്റ് ടു ബോത്ത് ഓഫ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.